അതായത് ആട് 3 മൂവി കണ്ടിട്ടുണ്ടാകില്ല, ഇപ്പൊ തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതില് ആറാട്ടെണ്ണൻ മറ്റേ അതിലൊരു ആവറേജ് മൂവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് നേരെ വളരെ സൈബർ ആക്രമണങ്ങളല്ലേ. പിന്നെ ഈ ആട് 3 മൂവിയെ കുറിച്ച് വളരെ മോശം അഭിപ്രായം കമന്റ് ഇട്ട ആളുകൾക്ക് നേരെ വളരെയേറെ സൈബർ ആക്രമണങ്ങൾ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് കിടക്കാം. തിയേറ്ററുകളിൽ ആട് 3 ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അതിലിപ്പോ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പൊ അതായത് നമ്മുടെ ആറാട്ടെണ്ണൻ അല്ലേ, ആറാട്ടെണ്ണൻ വെളിയിൽ നിന്ന് ആളെ ഒരു മറ്റേ വളരെ മോശമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആട് 3 എന്ന മൂവിയെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമൊന്നും ആറാട്ടെണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പടം ഒരു ആവറേജ് മൂവിയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഒരുത്തം വന്നിട്ട് മൊത്തം അവിടെ സീൻ ഉണ്ടാക്കി, നീ എന്താണ് ഇങ്ങനെ പറയാൻ, അങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സീന് സൃഷ്ടിച്ചു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മൂവി നല്ല പടമാണെന്ന് പറയണ പോലെ തന്നെ വേറൊരാൾക്ക് അത് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് ഇഷ്ടപ്പെടാനുള്ള ഫ്രീഡം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഉണ്ട്. ഓക്കെ, അതായത് ആട് 3 എന്ന് പറയുന്ന മൂവി എൻ്റെ അഭിപ്രായത്തില് ഒരു ആവറേജ് മൂവിയാണ്. ആ കണ്ട പകുതി മുക്കാൽ പേർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അതായത് ആട് 1, ആട് 2 പറഞ്ഞ ആ 2 മൂവീസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ആട് 3 എന്ന മൂവി അട്ടർ ഫെയിലിയർ തന്നെയാണ്. പല ആളുകളും ഇപ്പൊ എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനെ പറഞ്ഞത് മൂവി വളരെ എന്താ പറയാ പ്രതീക്ഷിച്ച നിലവാരം ഒട്ടും ഉണ്ടായിരുന്നില്ല. കുട്ടി മക്കളുമായിട്ട് പോയിട്ട് കുട്ടികള് പടം പകുതിയാകുമ്പോൾ തന്നെ വീട്ടിൽ പോവാ പറഞ്ഞ ഒരു നിലവിളിയായിരുന്നു എന്നാണ് പറയുന്നത്. പകുതി മുക്കാൽ പേരുടെയും അഭിപ്രായം അത് തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ വന്നിട്ട് ഈ നെഗറ്റീവ് കമന്റുകൾ അല്ലെങ്കിൽ വളരെ മോശമായ അഭിപ്രായം, ബിലോ ആവറേജ് മൂവിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ വന്നിട്ട് ഒരുപാട് ഒരേ ടീമുകൾ വന്നിട്ട് സൈബർ അറ്റാക്കിങ് നടക്കുക. അപ്പോ അതൊരിക്കലും നല്ലൊരു പ്രവണതയല്ല. ഒരു മൂവി ഒരാൾക്ക് നല്ല അഭിപ്രായം പറയുന്ന സമയത്ത് അതേപോലെ തന്നെ അതില് ചീത്ത അഭിപ്രായങ്ങളും പറയാൻ വളരെയേറെ, ചീത്ത അഭിപ്രായം മീൻസ് ഒരു പടം കൊള്ളും അല്ലെങ്കിൽ ഒരു പടം കൊള്ളത്തില്ല എന്ന് പറയാനുള്ള അവകാശം തീർച്ചയായിട്ടും ഈ കാണുന്ന പ്രേക്ഷകനുണ്ട്. ഓക്കെ, അപ്പോൾ അത് പറയുന്ന സമയത്ത് അതിന് നേരെ ഒരു സൈബർ ആക്രമണങ്ങൾ വരിക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു പ്രവണതയാണ് അല്ലേ. അപ്പൊ അത് വളരെ തീർക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ജസ്റ്റ് നമുക്കറിയാം, ഈ ആട് മൂവി കണ്ട ആളുകൾക്ക് അറിയാം. അതായത് അതില് 1 മൂവി അല്ലെങ്കിൽ ആട് 1, ആട് 2 അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പടം വളരെ ബിലോ ആവറേജ് ആണ്. അതായത് കുറെ പണം ഇട്ട് ചെലവാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ. കുറെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് കുറെ എന്താ പറയാ 300 വർഷം മുമ്പുള്ള ടൈം ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് തിരക്കഥ സ്ട്രോങ് ആയിരിക്കണം. മെയിനായിട്ട് ഏത് മൂവി ആയിക്കോട്ടെ, അവിടെ തിരക്കഥ സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം വീട്ടുനിലയിൽ പൊട്ടും. പിന്നെ അവിടെ ഒരു ഉത്സവ സീസൺ, പിന്നെ അതിൽ എന്താ ഒരു മെച്ചം എന്ന് പറയുന്നത് സാമ്പത്തികമായി പടം വിജയിച്ചിട്ടുണ്ടാകാം. ഇപ്പൊ ജസ്റ്റ് ആ സമയം എന്ന് പറയുന്നത് മൂവി റിലീസ് ചെയ്ത ഡേ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഡേ ആയിരുന്നു. മീൻസ് അധികം റിലീസിങ് ഉണ്ടായിരുന്നില്ല. ആകെ ദുരന്തർ 2 പറഞ്ഞ മൂവി മാത്രമേ അതിന്റെ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതായത് മറ്റേ കൂടെയുള്ള മലയാള സിനിമകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ടൈമിങ് വളരെ കറക്റ്റ് ആയിരുന്നു. പിന്നെ ആട് 1, ആട് 2 എന്ന് പറയുന്ന സിനിമകൾ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്, പിന്നെ ആ പെരുന്നാൾ സമയത്ത് ഇറക്കിയ ഒരു സമയം അല്ലെ, പെരുന്നാൾ സമയത്ത് ഏത് തല്ലിപ്പൊളി പടം ഇറക്കിയാലും അതിന് ആള് കൂടും. അപ്പൊ ആ സമയത്ത് കൊണ്ട് ഇറക്കി അതിലങ്ങോട്ട് ക്ലിക്കായി, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ ആ മൂവി കണ്ട ആളുകൾക്കറിയാം, അതായത് ആട് 1, 2 നമുക്കൊരു ഓരോ കൾട്ട് മൂവിയാണല്ലോ, അതിൽ ഓരോ ക്യാരക്ടറുകളും. അപ്പൊ അത് കണ്ട ആളുകൾക്ക് ഇത് കാണുന്ന സമയത്ത് എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് ആയില്ല എന്ന് ഒരു 95% പേരും പറയും. ഓക്കെ, അപ്പൊ അവിടെ കടന്ന് മറ്റേ അപ്പുറത്ത് നിന്ന് സൈബർ ആക്രമണം നടത്തിയിട്ട് യാതൊരുവിധ കാര്യമില്ല. ആളുകൾക്ക് പറയേണ്ട അവകാശം ആളുകൾക്കുണ്ട്. മോശമായ മൂവി മോശം തന്നെ പറയുള്ളൂ. കുറെ പൈസ ചെലവാക്കിയതുകൊണ്ട് യാതൊരുവിധ കാര്യമില്ല. നമ്മള് തിരക്കഥ അവിടെ സ്ട്രോങ് അല്ല, അത് തന്നെയാണ്. അതായത് ഇപ്പൊ ആട് 1, ആട് 2 പറഞ്ഞ മൂവിയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. അതിൽ നെഗറ്റീവ് അടിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ആട് 1, 2 എന്ന 2 മൂവീസില് ഈ ഷാജി പാപ്പൻ പറയുന്ന ക്യാരക്ടർ, ജയസൂര്യ അവതരിപ്പിച്ച ഷാജി പാപ്പൻ പറഞ്ഞ ക്യാരക്ടർ ഒരു മാസ് ഒരു ഇതാണ് അല്ലേ. കുറച്ച് മണ്ടത്തരമൊക്കെ ഉണ്ടെങ്കിലും കൂടെ കുറെ മണ്ടന്മാര് കൂടെയുണ്ട്. അതിൽ മണ്ടത്തരം കുറഞ്ഞ ഷാജി പാപ്പൻ
പല മണ്ടത്തരങ്ങളും ഒപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു മാസ് ക്യാരക്ടറാണ്. അതായത് അദ്ദേഹം ഒരു ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അദ്ദേഹം ഒരു മാസ് ക്യാരക്ടറായിട്ട് ചെറിയ മണ്ടത്തരങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെന്താ പറഞ്ഞാൽ ഒരു 100% മണ്ടത്തരങ്ങൾ മാത്രമായി. പിന്നെ തിരക്കഥ സ്ട്രോങ് അല്ല, അത് തന്നെയാണ് മെയിൻ കാരണം. പിന്നെ അവിടെ ഏതെങ്കിലും ഒരു ടൈം ട്രാവലറിങ് പറയുമ്പോൾ ഒരു 300 വർഷം മുമ്പുള്ള കഥ മാത്രം പറഞ്ഞു കൂടെ പറഞ്ഞാൽ കുഴപ്പമില്ല. ലാസ്റ്റ് ഇവിടെയുള്ള കണ്ടംപററി പീരീഡും മറ്റേ ട്രാവലിംഗും കൂടിയിട്ടുള്ള ആ ഒരു കൊളാബ്രിക്കേഷനിൽ രണ്ടും കൂടിയിട്ട് എങ്ങനെയാ കൊണ്ട് തീർക്കേണ്ടതെന്ന് അറിയുന്നില്ല. മൊത്തം അങ്ങോട്ട് പൈസയൊക്കെ ഇട്ട് കുറെ ഹെലികോപ്റ്ററും കാണിച്ച് കുറെ വിദേശിയെല്ലാം കൊണ്ടുവന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ചാളമാക്കി. ആ ക്യാരക്ടറിനെ തന്നെ ഒന്ന് ഇല്ലാതാക്കി. പിന്നെ അതിൽ പകുതി മുക്കാ ക്യാരക്ടേഴ്സും മറ്റേ 1ലും 2ലും പറഞ്ഞ അതേ സാധനം തന്നെ എടുത്തിട്ട് അവിടേക്കും ഇവിടേക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൽ ഫുക്രു പറഞ്ഞ ക്യാരക്ടറിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയാസിലൊക്കെ ഫുക്രു പറയണത് വളരെ വലിയ താരമായിരിക്കുക, പക്ഷെ ഇതിൽ കൊണ്ടുവന്നോടിയിട്ട് ആ പടത്തിന്റെ എന്താ പറയാ ഉള്ള ആ ഒരു എനർജി കൂടി അതിന് നഷ്ടപ്പെട്ടു. അതായത് ഒരു ഡയലോഗ് പറയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കില്ലേ, അങ്ങനെയുള്ളൊരു ഡയലോഗ് ഡെലിവറിയാണ് ഫുക്രുവിന്റെ ആ ഫിലിമിൽ ഉണ്ടായിരുന്നത്. മൊത്തം എന്താ പറയാ ഒരു ബിലോ ആവറേജ് മൂവി. ആ തിരക്കഥ സ്ട്രോങ് അല്ല, സംവിധാനം എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ആട് 3 മൂവിയെ കുറിച്ച് പറയാനുള്ളത്. അതായത് കണ്ട പ്രേക്ഷകന് ഇത് മോശമാണോ അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയാനുള്ള അവകാശമുണ്ട്. നല്ലതാണെന്ന് ഒരു ടീമുകൾ പറയുമ്പോൾ വേറെ ടീമുകൾ വളരെ മോശമെന്ന് പറയുമ്പോൾ അതുകൂടി സ്വീകരിക്കാനും അതുകൂടി ഉൾക്കൊള്ളാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ആട് 1ഉം 2ഉം കണ്ട ആളുകൾ ആട് 3 പറഞ്ഞ മൂവി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൈസ നിങ്ങളെ മനസ്സിൽ തൊട്ട് പറയും, പൈസ പോയിണ്ടാവും. അത് തന്നെയാണ് പകുതി മുക്കാൽ പേരും ആളുകൾക്കും തോന്നിയത്. ഓക്കെ, അതായത് അത്രയ്ക്കോട് എന്താ പറയാ ആ ഒരു ക്യാരക്ടറിനോട് നീതി പുലർത്തിയില്ല. പൈസ ചെലവാക്കി എഡിറ്റിങ്, അത് ബാക്ക്ഗ്രൗണ്ട്, മറ്റേ ഫിലിം ഫോട്ടോഗ്രാഫി എല്ലാം സൂപ്പറായിട്ടുണ്ട്, എല്ലാം സമ്മതിക്കണം. പക്ഷെ തിരക്കഥ സ്ട്രോങ് അല്ല എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ കണ്ട കുറച്ച് പേർക്കെങ്കിലും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഇത് എങ്ങനെയൊക്കെയോ പാർട്ട് 3 കഴിഞ്ഞു കിട്ടിയാൽ മതിയായി. ഒരു 2.25 മണിക്കൂറാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് കഴിഞ്ഞ് തീർന്നാൽ മതി എന്നായി പ്രേക്ഷകരെ. അപ്പോഴാണ് മറ്റൊരു ദുരന്തം കൊണ്ട് പറയാൻ നിൽക്കുന്നത് അടുത്ത പാർട്ട് വരുന്നുണ്ട് എന്ന്. ഓക്കെ, അതായത് ഒന്നേ പറയാനുള്ളൂ, പ്രേക്ഷകന്റെ ക്ഷമന പരീക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആട് 1ഉം 2 അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ആട് 3 എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.